നമസ്കാരം. ആവന്ന അഴിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട പല അമ്പുകളും പയറ്റാൻ തുടങ്ങിയിരിക്കുകയാണ് ഇന്ത്യ ഇപ്പോൾ. ഇതിൽ ഏറ്റവും കൂടുതലും അത് പയറ്റാനെടുക്കുന്ന വീരോചിതമായ നടപടിക്രമങ്ങൾ നടത്തുന്ന വീരസാഹസികന്മാരുടെ വാർത്തകൾ കൂടി നമുക്ക് കേൾക്കേണ്ടതുണ്ട്. ഓപ്പറേഷൻ സിന്ദൂറിൽ നിർണായക പങ്കുവഹിച്ചത് എയർ കമാൻഡർ ഹിലാൽ അഹമ്മദ് തന്നെയാണ്. പാകിസ്ഥാനിലെയും പാക് അധീന കശ്മീരിലെയും ഭീകര കേന്ദ്രങ്ങളിൽ കൃത്യതയോടെ ആക്രമണം അഴിച്ചുവിടുമ്പോൾ സ്കാൽപ് ക്രൂസ് മിസൈലുകൾ ലക്ഷ്യസ്ഥാനത്തേക്ക് കുതിച്ചത് റഫേൽ വിമാനങ്ങളിൽ നിന്ന് തന്നെയാണ്. റഫേൽ വിമാന ഓപ്പറേഷന് നേതൃത്വം വഹിച്ചത് ഹിലാൽ അഹമ്മദും. അദ്ദേഹം അനന്ത് നഗറിൽ നിന്നുള്ള കശ്മീരി മുസ്ലിമാണ്. ഫ്രാൻസിലെ ഇന്ത്യയുടെ എയർ അറ്റാഷെയായിരുന്നു. ഫ്രാൻസിൽ നിന്ന് വാങ്ങിയ റഫേൽ വിമാനങ്ങളുടെ പൈലറ്റുമാർക്ക് പരിശീലനം നൽകിയത് ഹിലാൽ അഹമ്മദ് തന്നെയാണ്. റഫാലുകൾ നേരത്തെ എത്തിക്കുന്നതിലും നിർണായക പങ്ക് വഹിച്ചിരുന്നു. റഫാൽ വിതരണം ചെയ്യേണ്ട സമയക്രമം, ആയുധവൽക്കരണം, കസ്റ്റമൈസേഷൻ എന്നിവയെല്ലാം ഇന്ത്യയുടെ ആവശ്യാനുസരണം മാറ്റിയെടുക്കുന്നതിൽ മേൽനോട്ടം വഹിച്ചിട്ടുണ്ട്. അപകടരഹിതമായി 3000 മണിക്കൂറിലേറെ പറന്ന പരിചയം പോർ വിമാനങ്ങളായ മിറാഷ് 2000, MiG-21 എന്നിവയിലെല്ലാം പറത്തിയിട്ടുണ്ട്. റഫാൽ ജെറ്റ് വിമാനം ആദ്യമായി പറത്തിയ ഇന്ത്യൻ പൈലറ്റ് എന്ന അംഗീകാരവും അദ്ദേഹത്തിന് കിട്ടി. റഫേൽ പദ്ധതിയുടെ പേരിലാണ് ഹിലാൽ അഹമ്മദ് അറിയപ്പെടുന്നത് എങ്കിലും വിമാന വികസനത്തിന് അപ്പുറം പോകുന്നു അദ്ദേഹത്തിന്റെ സംഭാവനകൾ. ഇന്ത്യൻ വ്യോമസേനയെ ആധുനിക വെല്ലുവിളികളെ നേരിടാൻ പര്യാപ്തമായ വിധം ആധുനികവൽക്കരിച്ചതിൽ സുപ്രധാന പങ്കുവഹിച്ചു. 1988 ഡിസംബർ 17 ഇന്ത്യൻ വ്യോമസേനയിൽ ഫൈറ്റർ പൈലറ്റായി ഹിലാൽ കമ്മീഷൻ ചെയ്യപ്പെട്ടു. 1993 ഈ ഫ്ലൈറ്റ് ലെഫ്റ്റനന്റും 2004 വിംഗ് കമാൻഡറും 2016 ഗ്രൂപ്പ് ക്യാപ്റ്റനും 2019 എയർ കമാൻഡറും ആയിരുന്നു. വായുസേന മെഡലും വിശിഷ്ട സേവാ മെഡലും നേടിയ ഹിലാലിന് വ്യത്യസ്ത വിമാനങ്ങളിലായി 3000 അപകടരഹിത മണിക്കൂറുകൾ പറത്തിയതിന്റെ റെക്കോർഡും ഉണ്ട്. ഇതിനോടൊപ്പം തന്നെ ഹിലാലിന് നമ്മൾ അഭിനന്ദനം നൽകുന്നതിനോടൊപ്പം തന്നെ ആവനാഴിയിൽ ഇനിയും ഒളിപ്പിച്ചു വെച്ചിരിക്കുന്ന ആയുധ ശേഖരങ്ങൾ എന്തൊക്കെ നമുക്ക് നോക്കാം. ഇന്ത്യയുടെ എല്ലാ ആയുധ ശേഖരണങ്ങളെ കുറിച്ച് നമ്മൾ പറയുന്നില്ല. കാരണം ഇന്ത്യ വിടുന്ന ഓരോ വാർത്തകളും കേൾക്കാൻ ആഗ്രഹിച്ചിരിക്കുന്ന, കേൾക്കാൻ കൊതിച്ച് പുതിയ തന്ത്രങ്ങൾ മെനയാൻ നിൽക്കുന്ന ഒരു കൂട്ടം നമ്മുടെ ചുറ്റുമുണ്ട് എന്ന് വ്യക്തമാവുകയാണ്. എടുത്തു പറയേണ്ട ചില കാര്യങ്ങൾ മാത്രം പറയുന്നു. പാക് ഭീകര ക്യാമ്പുകൾ ആക്രമിക്കാൻ ഇന്ത്യ പ്രയോഗിച്ചത് എന്തൊക്കെ ആയുധങ്ങളെന്ന് നോക്കാം. സ്കാൽപ് ക്രൂസ് മിസൈലുകൾ 250 മുതൽ 400 കിലോമീറ്റർ വരെ ദൂരപരിധി, ഭൂഗർഭ നിലയിൽ തകർക്കാൻ ശേഷി, GPS, INS ഗൈഡൻസ് സംവിധാനം, കൃത്യമായും സൂക്ഷ്മതയും മുഖമുദ്ര. റാഫേലിൽ നിന്ന് പ്രയോഗിച്ചു എന്ന വിവരം. ഓരോ റാഫേലിലും പരമാവധി 2 സ്കാൽപ് ക്രൂസ് മിസൈലുകൾ വഹിക്കാൻ കഴിയും. തൊടുത്തു കഴിഞ്ഞാൽ GPS മുൻകൂട്ടി കോഡ് ചെയ്ത വിവരങ്ങൾ അനുസരിച്ച് സഞ്ചരിക്കും. UK, ഫ്രാൻസ് സംയുക്ത സംരംഭമാണ് സ്കാൽപ് മിസൈലുകൾ നിർമ്മിക്കുന്നത്. ഹാമർ ബോംബുകൾ, വലിയ കെട്ടിടങ്ങളും ബങ്കറുകളും തകർക്കാൻ ശേഷി. പ്രയോഗിച്ചു കഴിഞ്ഞാൽ 15 മുതൽ 70 കിലോമീറ്റർ ദൂരെ വരെ സഞ്ചരിക്കും. 125 മുതൽ 1000 കിലോമീറ്റർ വരെ ഭാരമുള്ള ബോംബുകൾ വഹിക്കും. റാഫിൽ നിന്ന് പ്രയോഗിക്കാം. GPS, INS ഗൈഡൻസ് സംവിധാനം, അതുപോലെ തന്നെ ഇൻഫ്രാറെഡും ലേസർ സാങ്കേതിക വിദ്യകളുമുണ്ട്. പർവ്വത പ്രദേശങ്ങളിലെയും നഗരമേഖലയിലെയും ആക്രമണങ്ങൾക്ക് യോജ്യം. കിഴക്കൻ ലഡാക്കിലെ സംഘർഷകാലത്ത് 2020 റാഫേലിൽ ഉപയോഗിക്കാൻ ഫ്രഞ്ച് നിർമ്മിത ഹാമർ ബോംബുകൾ വാങ്ങിയത്. സ്കാൽപ് ക്രൂസ് മിസൈലുകളും ഹാമർ ബോംബും അല്ലാതെ മറ്റെന്തുണ്ട്? ലോയിറ്ററിംഗ് മ്യൂണിഷൻ. ആക്രമിക്കേണ്ട സ്ഥലം തിരിച്ചറിഞ്ഞ ശേഷം കില്ലർ ഡ്രോണുകൾ ലൊക്കേഷൻ ലോക്ക് ചെയ്യും. അതുവരെ നിരീക്ഷണ പറക്കൽ. റഡാറുകളുടെ കണ്ണ് വെട്ടിക്കാനുള്ള ശേഷി. പറന്നു തുടങ്ങിയാൽ 30 മിനിറ്റ് മുതൽ 2 മണിക്കൂർ വരെ റേഞ്ച്. സഞ്ചരിക്കുന്നതോ അല്ലാത്തതോ ആയ ലക്ഷ്യങ്ങൾ തകർക്കാം. ഈ ആയുധങ്ങളുടെ പ്രയോഗം മാറുന്ന ഇന്ത്യൻ സൈനിക സിദ്ധാന്തത്തിലെ വലിയ പരിണാമം കൂടിയാണ്. ശത്രുവിന്റെ വ്യോമ പ്രതിരോധ മേഖലയ്ക്ക് പുറത്തുനിന്നുകൊണ്ട് ആക്രമിച്ചതോടെ പൈലറ്റുമാരുടെ സുരക്ഷിതത്വം ഉറപ്പിക്കാം. ശതകോടികൾ വിലയുള്ള യുദ്ധവിമാനങ്ങളുടെ നാശനഷ്ടവും ഒഴിവാക്കാം. അതുമാത്രമല്ല, മാധ്യമപ്രവർത്തകനായ ജാവേദ് പർവേശി ഒരു പോസ്റ്റ് കൂടി ഇട്ടിട്ടുണ്ട്. അതുകൂടി വായിക്കുമ്പോൾ കൃത്യമായെല്ലാം മനസ്സിലാകാം. പഹൽഗാം ഭീകരാക്രമണത്തിന് തിരിച്ചടിയായി ഭീകര ക്യാമ്പുകൾക്ക് നേരെയുള്ള ഓപ്പറേഷൻ സിന്ദൂരിൽ നിർണായക പങ്കാണ് റാഫേൽ യുദ്ധവിമാനങ്ങൾ നിർവഹിച്ചത്. സ്കാൽപ് ക്രൂസ് മിസൈലുകൾക്ക് തൊടുത്തുവിട്ടത് റഫേൽ വിമാനങ്ങളിൽ നിന്നാണ്. ഓപ്പറേഷൻ സിന്ദൂറിന്റെ നെടുനായകത്വം വഹിച്ചവരിൽ ഒരാൾ മുസ്ലിമാണ്. ഭീകരർ നിരപരാധികളെ കൊന്നൊടുക്കിയ അതേ കാശ്മീരിലെ അനന്ത്നാഗ് സ്വദേശി എയർ കമാൻഡർ ഹിലാൽ അഹമ്മദ്. റഫേൽ ഫൈറ്റർ പൈലറ്റുമാർക്ക് പരിശീലനം നൽകിയതും അദ്ദേഹം തന്നെയായിരുന്നു. ഇന്ത്യ റഫേൽ വിമാനങ്ങൾ കമ്മീഷൻ ചെയ്യുമ്പോൾ ഫ്രാൻസിലെ ഇന്ത്യയുടെ എയർ അറ്റാഷെയായിരുന്നു അദ്ദേഹം. മുൻപ് മിറാഷ് 2000 സ്ക്വാഡ്രനെ നയിച്ച സമർത്ഥനായ ഫൈറ്റർ പൈലറ്റാണ്. വായുസേന മെഡലും വിശിഷ്ട സേവാ മെഡലും നേടിയ അദ്ദേഹം
കാക്കപുരാണം എന്തിന് കുറയ്ക്കണം? ബ്രിട്ടീഷ് സൈന്യത്തെ കീഴ്പ്പെടുത്തിയ നേതാജി സുഭാഷ് ചന്ദ്രബോസിന്റെ ഇന്ത്യൻ നാഷണൽ ആർമി ബർമ്മ കടന്ന മൊറയിലൂടെ ഇന്ത്യയിലെത്തി ഇംഫാലിന് സമീപത്തെ മൊയ്രാങ്ങിൽ INA പതാക നാട്ടി. ദേശസ്നേഹികൾക്ക് എക്കാലത്തും രോമാഞ്ചമുണ്ടാക്കുന്ന നിമിഷം. രാജ്യത്ത് ആദ്യമായി ത്രിവർണ്ണ പതാക പാറി. ആ പതാക നാട്ടിയത് കേണൽ ഷൗക്കത്ത് അലി മൗലിക്. അശോക ചക്രത്തിന് പകരം ചാടുന്ന കടുവയായിരുന്നു പതാകയിൽ ഉണ്ടായിരുന്നത്. ചുരുങ്ങിയത് 10 തവണയെങ്കിലും മൊയ്രാങ്ങിലെ INA മ്യൂസിയത്ത് പോയിട്ടുണ്ട്. ഇതെല്ലാം കണ്ട് മുസ്ലിം ലീഗ് നാളെ LDAയിൽ ചേരേണ്ടതില്ല. ജസ്റ്റ് ബി പ്രൗഡ് ഓഫ് ബീയിങ് എ മുസ്ലിം.